ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് കെയർ സെക്ടറിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് എന്താണ് ഈ ഒരു കോഴ്സ് എന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ആരോൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ പേരാണ് DHHM, ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും നഴ്സും അല്ലാതെ ഒരുപാട് ജോബ് റോൾസ് വരുന്നുണ്ട്. അഡ്മിൻ സൈഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അഡ്മിൻ സൈഡിലുള്ള വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാനേജ്മെൻറ്റ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ അതിലേക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതിൽ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഓഫീസ്, അഡ്മിൻ സെക്ടർ, ഓപ്പറേഷൻ, സൂപ്പർവൈസിങ്, ഇങ്ങനത്തെ ഒരുപാട് മേഖലകളിൽ നമുക്കിതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിന് +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. +2 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. കാരണം ഇതൊരു സ്കിൽ ഡെവലപ്പിംഗ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, ആരോൺ അക്കാഡമി എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസും വരുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് 3 hours per day ആണ് ക്ലാസ്സസ് ഉണ്ടാവുക. പ്രിഫറബിളി നമ്മൾ ആഫ്റ്റർനൂൺ സെഷൻസ് ആണ് കൊടുക്കുന്നത്. ഇനി ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മൾ മെയിനായിട്ടും ലൈവ് ക്ലാസ്സസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 hours per day ആണ് ഒരു ദിവസം നമ്മൾ ക്ലാസ്സിന് വേണ്ടി കൊടുക്കുന്ന ടൈം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 6 months ആണ് നമ്മുടെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അതിൽ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തിയറി മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് വരുന്നത്. ഹോസ്പിറ്റലുകളിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിൻ്റെ അഫിലിയേഷൻ പാർട്ട് നോക്കാം. നമ്മുടെ ഈ ഒരു DHHM കോഴ്സിൻ്റെ അഫിലിയേഷൻ വരുന്നത് ABA എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കൗൺസിലിൻ്റെ അഫിലിയേഷനാണ്. അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു അഫിലിയേഷനാണ് നമുക്ക് ഈ ഒരു കോഴ്സിനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കോഴ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേണൽ ആൻഡ് മോഡൽ എക്സാംസ് കൂടാതെ നമുക്ക് ഇതിനൊരു മെയിൻ എക്സാം, ഫൈനൽ എക്സാം വരുന്നുണ്ട്. അത് ABA കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. മെയിനായിട്ട് അത് MCQ ടൈപ്പാണ് വരുന്നത്. ഓൺലൈൻ എക്സാംസ് ആയിരിക്കും. 50% ആണ് അതിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഏരിയ നോക്കാം. പ്ലേസ്മെൻറ്റ് നമ്മൾ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ആണ് ആരോൺ അക്കാഡമി DHHM കോഴ്സ് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്തിൽ പല കുട്ടികൾക്കും ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അബ്രോഡേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടു പോകാനോ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത ആളുകളും ഉണ്ടാവും. സോ അങ്ങനത്തെ ആളുകൾക്ക് നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തും എത്ര ഹോസ്പിറ്റൽസിലുണ്ട് അല്ലെങ്കിൽ എത്ര ക്ലിനിക്കുകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ, നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു സാലറിയോട് കൂടി ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നമ്മൾ 2016 മുതൽ മെഡിക്കൽ കോഡിംഗ് സെക്ടറിൽ നല്ലൊരു പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ് ആരോൺ അക്കാഡമിക്കുള്ളത്. ഈ ഒരു DHHM കോഴ്സിലും നമ്മൾ അതേ ഒരു ട്രാക്കിലാണ് പ്ലേസ്മെൻറ്റ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഒരു എന്തിനാണ് നമ്മൾ ആരോൺ അക്കാഡമി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. വൈ ആരോൺ? സിൻസ് 2016 നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നമ്മുടെ DHHM കോഴ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും തിയറി ക്ലാസ് പഠിച്ച് നമ്മളൊരു ജോബിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ അതേ കാര്യങ്ങൾ, തിയറിയിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഒരു ജോലിക്ക് കയറുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കുന്നുണ്ടാവും. സോ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ DHHM എന്ന് പറയുന്നത്. 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ മാത്രമാണ് DHHM കോഴ്സിന് വരുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് പാനലാണ് നമുക്ക് ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റൽ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 7 ബ്രാഞ്ചസ് അക്രോസ് കേരള ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാവുന്നതാണ്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്റ് കൗൺസിലറുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സൂമിൽ നമ്മൾ എല്ലാ വീക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വെബിനാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ടേക്ക് എ വൈസ് ഡിസിഷൻ ആൻഡ് ഗ്രാബ് യുവർ ജോബ്. ഓൾ ദ ബെസ്റ്റ്.